കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിലല്ല ലോക ഫുട്ബോളിൽ തന്നെ മികച്ച ആരാധക പിന്തുണയുള്ള ഒരു ക്ലബ്ബാണ്. എന്നാൽ ഈ ആരാധകർക്കായി ഒരു കപ്പ് നേടിക്കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ സൂപ്പർ കപ്പിലും ദയനീയ തോൽവികളോടെ ബ്ലാസ്റ്റേഴ്സിന് മടങ്ങേണ്ടി വന്നു. സൂപ്പർ കപ്പിൽ 3 മത്സരങ്ങൾ കളിച്ചതിൽ ഷിലോങ് ലജോങ്ങുമായി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായത്. ജംഷഡ്പൂർ എഫ്സിക്കെതിരെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും നാണംകെട്ട തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. മത്സരത്തിൽ തോറ്റതവിടെ നിൽക്കട്ടെ, ഒരു മത്സരമാകുമ്പോൾ തോൽവിയും ജയവും ഉണ്ടാകും. എന്നാൽ കളിച്ചു തോൽക്കണം, അതാണ് അന്തസ്. സൂപ്പർ കപ്പിലെ 2ാം മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ നമ്മളെല്ലാം കണ്ടതാണ്. ഒരു നിർണായക നോക്കൌട്ട് മത്സരം ആയിരുന്നിട്ട് കൂടി വിജയിക്കണമെന്ന ഒരു ഇന്റൻഷനും ഇല്ലാതെ അലസമായി കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ, അതുപോലെ അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു ആശ്വാസ വിജയം നേടി കേരളത്തിലേക്ക് മടങ്ങുമെന്ന് കരുതിയ ആരാധകരെ എല്ലാം നിരാശരാക്കിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ 1-4 ഗോളുകളുടെ ദയനീയമായ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയത്. ഒരു മത്സരത്തിൽ പോലും അതിന്റെ സീരിയസ്നെസ്സോടെ കളിക്കുന്നത് കാണാൻ സാധിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ യൂക്കോമനോവിച്ചിന്റെ വാക്കുകളാണ്. അതായത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: മത്സരത്തിൽ തോറ്റെങ്കിലും താൻ ഹാപ്പിയാണ്. താരങ്ങൾക്കാർക്കും പരിക്കുകളൊന്നും പറ്റിയില്ലല്ലോ, കുറച്ച് നല്ല മത്സരങ്ങൾ കളിക്കാൻ പറ്റി. അതുപോലെ യുവ താരങ്ങൾക്ക് കുറച്ച് പ്ലേയിങ് ടൈമും കിട്ടി. നോക്ക്, ഒരു പരിശീലകന്റെ വാക്കുകളാണ്. മത്സരമെല്ലാം തോറ്റെങ്കിലും പുള്ളിക്ക് അതൊന്നും വിഷയമല്ല. ഇങ്ങനെ ഒരു പരിശീലകൻ തന്നെയാണോ എന്നതാണ് സംശയം. നിരവധി താരങ്ങളുടെ ആബ്സെൻസും പരിക്കുകളും ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിനെ പോലെ മികച്ച താരങ്ങളുടെ ഒരു സ്ക്വാഡ് ഇപ്പോഴും ഉണ്ടായിട്ടും അവരെ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ കളിപ്പിക്കാനോ ഒരു പരിശീലകൻ എന്ന നിലയിൽ നിലവിൽ ഇവാൻ യൂക്കോമനോവിച്ച് തീർത്തും പരാജയം തന്നെയെന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു അപ്രോച്ചാണ് ഇനി വരാനിരിക്കുന്ന ISLന്റെ 2ാം പാദ മത്സരങ്ങളിലുമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഗാലറിയിൽ കരുത്ത് കാട്ടാൻ മാത്രമായിരിക്കും വിധി. അപ്പോൾ ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.